ഇതെവിടാന്നറിയാവോ ഈ പായസക്കട? അറിയണമെന്നുണ്ടെങ്കിൽ ബാ കുടിക്കോ. ഈ ചേച്ചി എടുക്കുന്നത് ഇത് കടലപ്പായസമാണ് കേട്ടോ, കടലപ്രഥമൻ. ഇതിനകത്ത് ചെറിയ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി തിക്കായിട്ടിരിക്കുന്ന പായസം, സൂപ്പർ ടേസ്റ്റ്. 3 ടൈപ്പ് പായസങ്ങളാണ് ഈ ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ കടലപ്രഥമൻ, പിന്നെ പാലട പായസം, ഒന്ന് നമ്മുടെ പ്രഥമനും അടപ്രഥമനും. 1/2 ലിറ്ററിന് 100 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. പാലട പായസത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബോളിയും കൂടിയുണ്ട്, അതിന് സെപ്പറേറ്റ് പൈസയാണ് 80 രൂപ. 3 എണ്ണമോ 4 എണ്ണമോ മറ്റോ ആയിരുന്നു ഒരു പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഓണം ടൈമിൽ KTDCന്ന് പായസമേള 10 ദിവസത്തെ പായസമേള വരാറുണ്ട്. ആ ടൈമിൽ ഞങ്ങൾ പായസം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. നമ്മൾ ആ രീതിയിലുള്ള അടിപൊളി പായസം, അത്ര സൂപ്പർ ടേസ്റ്റ്, നല്ല തിക്കായിട്ടുള്ളതും. ഈ ചേച്ചി എടുക്കാൻ പോകുന്ന പാലട പായസം കേട്ടോ. മസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്യേണ്ടതാണ് കടലപ്പായസം, പാലട പായസം. അടുത്ത പ്രഥമൻ ഞങ്ങൾ വാങ്ങിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. പക്ഷേ ഇത്ര നന്നായിട്ടുണ്ടാക്കുന്നവർ എന്തായാലും അടപ്രഥമനും സൂപ്പറായിരിക്കും. നമ്മൾ സാധാരണ ഇങ്ങനെയൊന്നും വാങ്ങിക്കുന്ന കടകളിൽ നിന്നും അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവാറില്ല, ഇത്ര തിക്നെസ് ഒന്നും കാണാറില്ല. പക്ഷേ ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര ടേസ്റ്റായിരുന്നു. ഒരു നെഗറ്റീവും നമുക്കതിനകത്തുനിന്ന് കണ്ടുപിടിക്കാനും പറ്റിയില്ല. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു പാലട പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാലട പ്രഥമനാണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നും. ഇത് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റും, പറഞ്ഞറിയിക്കാൻ വയ്യ. ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പോയെന്ന് ടേസ്റ്റ് ചെയ്യും. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഓക്കേ.